ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം ഇന്ത്യയിലെത്തി. 110 പേരടങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥി സംഘമാണ് ഡൽഹിയിലെത്തിയത്. സംഘർഷ മേഖലയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്താനായതിൽ സന്തോഷമുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എല്ലാ നീക്കങ്ങൾക്കും ഉണ്ടായ എല്ലാ നടപടികൾക്കും നന്ദിയെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളൊക്കെയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയുടെ ഏകോപനം മൂലവും കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് വന്നിരിക്കുന്നത്. ഏതായാലും 110 പേരടങ്ങുന്ന ആദ്യ സംഘമാണ് അർമേനിയ വഴി ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് അവർ അവിടുന്ന് അർമേനിയയിൽ നിന്നും യാത്ര പുറപ്പെടുന്നത്. ദോഹയിലെത്തിയതിനു ശേഷം ദോഹയിൽ നിന്നുമാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ് ഇപ്പോൾ അവർ പങ്കുവെക്കുന്നത്. പ്രധാനമായിട്ടും വലിയ ബുദ്ധിമുട്ടുകളൊക്കെയും അനുഭവിച്ചു സംഘർഷ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു സംഘർഷ മേഖലയിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് എത്തിയതിന്റെ ഒരു സന്തോഷവും ആത്മവിശ്വാസവും അവരുടെ വാക്കുകളിൽ പ്രകടമാവുന്നുണ്ട്. Not the worst, not normal, but very scary. We were very terrified, but we are glad to be here. We are very happy, and we are in safe hands with embassy. They helped us a lot. They gave us food, good food, and they took care of us very carefully, very goodly. सिचुएशन जो है बहुत ही क्रिटिकल थी. मतलब रोज बरोज जो है हालात जो है बिगड़ते जा रहे हैं. पहले तो स्टार्ट जो वेरी स्लो था, लेकिन अब जो है वो बहुत हालात खराब होते जा रहे हैं. मोस्टली जो तेहरान में है, जो कैपिटल है, वहाँ पे बहुत ज्यादा हालात खराब है. वहाँ से जो है सबको निकाला जा रहा है. इंडियन स्टूडेंट जो हैं वो सारे वहाँ से निकल रहे हैं, और बाकी यूनिवर्सिटी में जो भी बच्चे थे वो निकल रहे हैं. हमें उतना डर नहीं लग रहा था, क्योंकि जहाँ पे हम रहते हैं उर्मिया में, वहाँ पे इतनी ज्यादा सिचुएशन खराब नहीं थी कि हमें ऐसा डर लगे या कुछ. और सिचुएशन खराब होने से पहले ही उन्होंने हमें रेस्क्यू किया. പശ്ചിമേഷ്യയിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇന്ത്യയുടെ ഇടപെടൽ മൂലം തങ്ങളുടെ കുഞ്ഞുങ്ങളെ വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാനായതിലുള്ള സന്തോഷവും മാതാപിതാക്കൾ പങ്കുവെക്കുകയാണ്. हमारी इंडियन एम्बेसी ने और वहाँ की यूनिवर्सिटी ने उन बच्चों को जो बड़ी सेफ्टी से आर्मेनिया कंट्री पहुँचाया, और वहाँ बहुत अच्छी तरीके से सेफ्टी की उनकी, और अच्छे मतलब VIP होटल में रखा, और आज उनकी जो है वापसी हो रही है. और हम अपनी इंडियन एम्बेसी का और इंडियन गवर्नमेंट का बहुत शुक्रगुजार हैं और लाइक करते हैं. हाँ, उधर ज़्यादा प्रॉब्लम नहीं थी उर्मिया में, बॉर्डर पे ना, इसलिए हाँ, इसलिए बच्चे आगे सेफली बॉर्डर पे, इसलिए तेहरान में फंसे हुए ज़्यादा तो बच्चे, वहाँ के बच्चों के साथ है प्रॉब्लम. बहुत टेंशन थी, डर तो था, बहुत टेंशन थी, बहुत ज्यादा थे. 4-5 दिन से बहुत टेंशन हो रही थी. सरकार को बहुत अच्छा, सरकार ने बहुत अच्छा टाइम से किया. എന്തായാലും അതിയായ സന്തോഷമുണ്ടെന്നാണ് മാതാപിതാക്കളും നമ്മോട് പങ്കുവെക്കുന്നത്. ഇന്ത്യയിലേക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ എത്തിക്കുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിനുള്ള നന്ദി സർക്കാരിനോട് അറിയിക്കുമെന്നാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ട് 110 വിദ്യാർത്ഥികളാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ഓപ്പറേഷനും അല്ലെങ്കിൽ രണ്ടാമത്തെ ദൌത്യവും ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ആരിഫിനൊപ്പം സജു തോമസ്, മീഡിയ 1.